സ്നേഹത്തോടുകൂടി എഴുതിയ കത്താണ് അല്ലേ. ഇതേപോലെ ഒരു ചെറിയ ലെറ്റർ, സ്നേഹമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെ പിടിച്ചു, ഒരു പെൺകുട്ടി ആൺകുട്ടിക്ക് കൊടുത്ത, ആൺകുട്ടി വളരെ നിഷ്കളങ്കനാണ്, കൊടുത്ത പെൺകുട്ടി നിഷ്കളങ്കയാണ്, ഒരു സംശയവുമില്ല. ടീച്ചറെടുത്ത് നേരെ കൊണ്ടേ കൊടുത്തു. ടീച്ചറെ ഇത് എനിക്ക് ഓള് തന്നതാ. ടീച്ചർ ഇങ്ങനെ നോക്കി, എന്താ ടീച്ചർക്ക് ആ ഡേറ്റ് ഓർമ്മല്ല, കാരണം ടീച്ചർ കുടുംബം കുട്ടികളൊക്കെ ആയതാണ്, പിന്നെ ആ ഡേറ്റ് ഓർത്തേക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് ഇതിങ്ങനെ വായിച്ചു നോക്കി ആ സ്ലിപ്പ്. ടീച്ചർക്കൊരു കുറ്റബോധമാണ് ആദ്യം തോന്നിയത്. എന്താ കാരണം എന്നറിയോ? അതിലെഴുതിയ മലയാളം മുഴുവൻ തെറ്റാ. അവിടെ മലയാളം എടുക്കുന്ന ടീച്ചറാണ്. അപ്പോൾ ടീച്ചർക്കൊരു കുറ്റബോധം, മലയാളം എഴുതിയ മുഴുവൻ തെറ്റാണല്ലോ. പക്ഷെ 2 സാധനങ്ങൾ മാത്രം അതിൽ ശരിയാ. ഏതൊക്കെയെന്നറിയോ? 2 എണ്ണം മാത്രം ശരി, 2 സംഗതികൾ മാത്രം ശരിയാണ് ആ ലെറ്ററിൽ. ഒന്ന്, മറുപടി ഇവിടുന്ന് വരുന്നുണ്ട് കേട്ടോ, സംഭവം ഉറക്കെ പറയുന്നില്ല എന്നുള്ളൂ, ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട് എല്ലാവരുടെയും മുഖം. ഒന്ന് ലവ് എന്ന് എഴുതിയത്, LOVE. രണ്ടാമത്തത് അതിൻ്റെ ചിഹ്നം. ഇത് 2ഉം ശരിയായിരുന്നു. ടീച്ചർക്ക് എന്താണ് ഇപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ടീച്ചറെ കയ്യിൽ കൊടുത്തതാണല്ലോ കുട്ടി. ടീച്ചർ ഉടൻ തന്നെ പ്ലേറ്റ് മാറ്റി. മക്കളെ, നമ്മുടെ മോള് ഇവിടെ ബോർഡിൽ നല്ലൊരു വാക്ക് എഴുതും, മനോഹരമായൊരു വാക്ക് ഈ ലെറ്ററിൽ, ഈ കത്തിലുള്ള ഒരു വാക്കാണ്, അത് വളരെ മനോഹരമായിട്ട് എഴുതും. കുട്ടിയാകെ ബേജാറായി, പടച്ച തമ്പുരാനെ ഞാനിപ്പോൾ അത് ബോർഡിൽ എഴുതേണ്ടി വരുമോ? മോളെ ഇതിത്തെ ലവ് എന്നുള്ള വാക്കില്ലേ, അതൊന്ന് എഴുതിയാൽ മതി ബോർഡിൽ. ഒരു കളർ ചോക്ക് കൊടുത്തിട്ട് മോളെടുത്ത് കൊടുത്തു. മോള് കളർ ചോക്കെ കിട്ടിയ ആ സന്തോഷത്തിൽ ബോർഡിൽ പോയി എഴുതി LOVE. കാരണം ഇത് എല്ലാ കരിക്കട്ടോണ്ട് എവിടെ എഴുതി കണ്ടിട്ടുണ്ടാകും കുട്ടി, അതുകൊണ്ട് അതിൻ്റെ സ്പെല്ലിംഗ് കുട്ടി മറക്കാൻ സാധ്യതയില്ല. ബാത്റൂമിൽ പോയാൽ പോലും അതിനുള്ളിൽ അവിടെ ഉണ്ടാവും LOVE എന്നിട്ട് പിന്നെ ആ ചിഹ്നം, അതുകൊണ്ട് അത് തെറ്റാനൊരു സാധ്യതയില്ലല്ലോ. മലയാളം നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പഠിച്ചത്, പറഞ്ഞ് കേട്ട് കണ്ട് പഠിച്ചതാണ്. അങ്ങനെ ആ കുട്ടി പഠിച്ചതാണ്. കുട്ടി ബോർഡിൽ എഴുതി LOVE. എന്തായിരിക്കും ക്ലാസ്സിലെ കുട്ടികളുടെ സമീപനം? കുട്ടികൾ ചിരിക്കാൻ തുടങ്ങി. വെറും ചിരിയല്ല, എങ്ങനെ ചിരിച്ചു? മക്കളെ, ഈ ബോർഡിൽ എഴുതിയത് എന്താ? കുട്ടികൾ പെരും ചിരി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വായിക്കാൻ അറിയില്ലേ? എന്നാ വായിക്കി, ലവ്. പെരും ചിരി. അപ്പോൾ ടീച്ചർ ഉടൻ തന്നെ പറഞ്ഞു, മക്കളെ, ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്ന വലിയൊരു വികാരത്തിൻ്റെ കൂടി പേരാണ് ഈ കുട്ടി ബോർഡിൽ എഴുതിയിട്ടുള്ളത്. പ്ലീസ് ഗിവ് ഹെർ എ ബിഗ് ഹാൻഡ്. അവൾക്കൊരു നല്ല കയ്യടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓൾ എന്നെ വിചാരിച്ചു ഞാൻ പുതിയ വലിയ എന്തോ സംഗതിയാണ് ചെയ്തത്. എല്ലാവരും ക്ലാസ്സിൽ കയ്യടിച്ചു. ടീച്ചർ ആ മെസ്സേജ് തന്നെ മാറ്റി, കുട്ടികൾക്ക് കിട്ടിയ ആ മെസ്സേജ് തന്നെ മാറ്റി. എന്തുകൊണ്ടാണ് സ്നേഹം എന്ന് പറയുമ്പോൾ കുട്ടികൾ സ്നേഹം, നിങ്ങൾ ചോദിച്ചോക്കൊണ്ട്, നിങ്ങൾ കുട്ടികൾ ചോദിച്ചോക്കൊണ്ട്, മക്കളെ സ്നേഹം എന്ന് കേട്ടിട്ടുണ്ടോ? ലവ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഭാവം തന്നെ മാറും, മുഖഭാവം തന്നെ മാറും. അത് നമ്മുടെ ഏത് കുട്ടിയോട് ലവ് ആണ് പോലും, ലവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് വേറെന്തോ ഒരു അർത്ഥം അതിലുണ്ട്. അതെന്തുകൊണ്ട് സംഭവിച്ചാന്ന് വെച്ചാൽ ഈ സ്നേഹം തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ചതൊക്കെ. പരസ്പരം സ്നേഹിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ ഉണ്ടായിരുന്നത്, ഫാത്തിമയോട് പ്രവാചകൻ ഉണ്ടായിരുന്നത്. അവസാന ടൈമിൽ പ്രവാചകൻ സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട്, ഫാത്തിമ മരണത്തിന് വല്ലാത്ത വേദനയാണ് കേട്ടോ. അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. ഇതേ സ്നേഹം തന്നെയാണ് ഇവിടെ. അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോഴത്തേന് ആളുകൾക്കിടയിൽ ഒരു ചിരി പടരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ മീഡിയകളും പുതിയ സിനിമകളും പുതിയ സോഷ്യൽ മീഡിയകളും കുട്ടികൾക്കോ നമുക്കോ തരുന്ന മെസ്സേജ്, ലവ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമുള്ള ഒരാൺകുട്ടിക്ക് മറ്റേതോ പെൺകുട്ടിയോട് തോന്നുന്ന സാധാരണ ഒരു അപൂർവ വികാരത്തിൻ്റെ പേരാണ് എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളത്. അത് മാറ്റിക്കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അതൊരു വലിയ പുണ്യകർമ്മമായിരിക്കും. എൻ്റെ ഉപ്പാക്ക് ഉമ്മനോടുള്ളത്, എൻ്റെ ഉപ്പാക്ക് ഉപ്പാൻ്റെ ഉമ്മനോട് ഉപ്പാൻ്റെ ഉപ്പനോടുള്ളത്, അതൊക്കെ എന്തുതന്നെയാണ്? സ്നേഹമാണ്, ലവ് ആണ്. ഉമ്മ എന്ന് പറഞ്ഞിട്ട് റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിത ഉണ്ട്, കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നട്ടപ്പാതിരക്ക് വലിയ മക്കളുണ്ട്, ഭാര്യയുണ്ട്. രാത്രി 12 മണി കഴിഞ്ഞിട്ട് മൂത്രമൊഴിക്കാൻ എണീറ്റപ്പോൾ വീട്ടിലെല്ലാ വെളിച്ചവും അണഞ്ഞിട്ടുണ്ട്, ഒരു മുറിയിൽ മാത്രം വെളിച്ചമുണ്ട്. അതാരുടെ മുറിയാണ്? ഉമ്മമാൻ്റെ മുറിയാണ്, വയസ്സായ ഉമ്മാൻ്റെ മുറിയാണ്. അത് പതുക്കെ തുറന്നു നോക്കിയപ്പോൾ ഉമ്മ ഇങ്ങനെ പതുക്കെ ജപമാലകൾ മെല്ലവേ തെരിപ്പിടിച്ച് ഏകാന്തമിരിക്കുന്നു. ഉമ്മ പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഉറക്കം വരുന്നില്ല കുട്ടിയെ എന്നാണ് പറഞ്ഞത്. കാരണം അപ്പോൾ ഇയാളിങ്ങനെ ആലോചിച്ചു, പണ്ട് ഇന്നെയൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ട് ഈ ഉമ്മ ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ചെറിയ കുട്ടികളുള്ള ഉമ്മമാരെപ്പോഴാണ് ഉറങ്ങുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പരിചയം ഉണ്ടാവും. രാത്രി മുഴുവൻ കുട്ടി കളിച്ചിരിച്ചിരിക്കും, അപ്പം ഉമ്മാക്ക് ഉറങ്ങാൻ കൂടൂല. പകൽ ഉമ്മാക്ക് വീട്ടിലത്തെ സകലമാന പണി ഉണ്ടാവും. പിന്നെ ഉമ്മ ഉറങ്ങുക എപ്പോഴാണെന്നറിയോ? ഹസ്ബി റബ്ബി ജല്ലല്ലാ
മാഫി ഖൽബി ഗൈറുല്ലാ നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. ഈ പാട്ട് പാടിയിട്ട് കുട്ടീനെ അങ്ങനെ ഉറക്കണ സമയത്ത് ഉമ്മാക്കൊരു മയക്കമുണ്ട്. ആ മയക്കം മാത്രമായിരിക്കും ചിലപ്പോൾ ഉമ്മാക്ക് കിട്ടുക. അങ്ങനെ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മമാർ ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട്. കവിത ഇങ്ങനെയാണ്: ഉമ്മ രാവിൻ്റെ യാമങ്ങളിൽ എപ്പോഴോ ഉണർന്നപ്പോൾ ഉമ്മയുണ്ടുറങ്ങാതെ അപ്പോഴും. രാവിൻ്റെ യാമങ്ങളിൽ എപ്പോഴോ ഉണർന്നപ്പോൾ ഉമ്മയുണ്ടുറങ്ങാതെ അപ്പോഴും. ജപമാലകൾ മെല്ലവേ തെരുപ്പിടിച്ച് ഏകാന്തമിരിക്കുന്നു. ഉറക്കം വരുന്നില്ല ചൊന്നവർ, ഉറക്കം വരുന്നില്ല ചൊന്നവർ അപ്പോഴോർത്തു. താരാട്ടുപാടിത്തന്നും താലോലമാട്ടിത്തന്നും തന്നെ ഉറക്കമതത്രയും തന്നിട്ടാവാം ഇന്നവർ ഉറക്കമറ്റിങ്ങനെ ഇരിക്കുന്നു. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലമേ മറന്നു, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലമേ മറന്നു. ആ വരിയിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഉമ്മാക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, ഉമ്മാക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഉപ്പാക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്, ഉപ്പാക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ചിലപ്പോൾ ഉപ്പാൻ്റെ കയ്യോ ഉമ്മാൻ്റെ കയ്യോ ഒന്ന് പിടിച്ചിട്ട് മക്കളാരെങ്കിലും ഉമ്മ ഉപ്പ നിങ്ങൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ തീരുന്ന ഒരുപാട് അസുഖങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ബട്ട് വി ഹാവ് നോ ടൈം. നമുക്ക് സമയം കിട്ടാറില്ല, ചോദിക്കാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. മക്കളെ അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കാൻ പറ്റണം. അവർക്കൊരുപാട് കഥകൾ കൈമാറാനുണ്ട്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടായ കഥകൾ, അതുപോലെ ഇവരുടെ ജീവിതത്തിലുണ്ടായ കഥകൾ, ഇതൊക്കെ കേട്ടാണ് നമ്മുടെ പേരക്കുട്ടികൾ വളരുക. പലപ്പോഴും മരുന്നിൻ്റെ മണമുള്ള ആ മുറിയിലേക്ക് നമ്മുടെ സ്വന്തം കുട്ടികളെ നമ്മൾ പറഞ്ഞേക്കാൻ തയ്യാറല്ല. കാരണം അവരൊക്കെ നല്ല സ്പ്രേ അടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലമേ മറന്നു, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലമേ മറന്നു. ഇപ്പോഴും ഉണർച്ചയിൽ ഉറങ്ങിത്തീരുന്നു ഞാൻ. കവി പറയാണ്, ഞാൻ ഉണർന്നിട്ടില്ലല്ലോ, ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ സ്നേഹം എന്നുള്ള ഈ വികാരത്തിന് ഒരൊറ്റ ധർമ്മമേ ഉള്ളൂ. സ്നേഹത്തിന് ലവ് എന്നുള്ളതിന് ഒരൊറ്റ ഫങ്ഷനേ ഉള്ളൂ. അതൊരൊറ്റ ഫങ്ഷൻ, വേറൊന്നിനും പറ്റൂല. അത് സ്നേഹം വേറൊന്നിനും പറ്റൂല. ടു എക്സ്പ്രസ്, പ്രകടിപ്പിക്കാൻ മാത്രമേ അത് പറ്റൂ. പ്രകടിപ്പിക്കാൻ മാത്രം പറ്റുന്നൊരു വികാരമാണ് സ്നേഹം. പലപ്പോഴും പ്രകടിപ്പിക്കാതെ നമ്മൾ കൊണ്ടു നടക്കും. ഞാനെങ്ങാനും മകളോട് സ്നേഹം പ്രകടിപ്പിച്ചാലേ ഓളിൻ്റെ തലയിൽ കയറും, കുട്ടിൻ്റെ തലയിൽ കയറും. അങ്ങനെയൊന്നുമില്ല. സ്നേഹം പ്രകടിപ്പിച്ചിട്ട് ആരും തലയിൽ കയറൂല. സ്നേഹത്തിന് മാത്രമേ ഒരാളെ തോൽപ്പിക്കാൻ കഴിയുള്ളൂ, മറ്റൊന്നിനും തോൽപ്പിക്കാൻ കഴിയൂല. അതുകൊണ്ടല്ലേ മക്കം ഫത്തഹിൻ്റെ സമയത്ത് ശത്രുക്കൾ പ്രവാചകൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഹംസ റളിയല്ലാഹുവിനെ കൊല്ലാൻ ഓർഡർ കൊടുത്ത ആൾ വരെ ഉണ്ട്. പ്രവാചകൻ ഓരോരുത്തരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഓരോരുത്തരും മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, പ്രവാചകൻ ഇന്ന് എന്ത് ചെയ്താലും ഞങ്ങളത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. സഹാബത്തൊക്കെ ഭയങ്കര ടെമ്പർ ദേഷ്യത്തിലിങ്ങനെ നിൽക്കുക. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ ഒരുപാട് ദ്രോഹിച്ച ആളുകളാണ്, ഒരുപാട് ആക്രമിച്ച ആളുകളാണ്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ പ്രവാചകരെ നിങ്ങളൊന്ന് മൂളിയാൽ മതി, ബാക്കി ഞങ്ങളേറ്റു. സഹാബത്തൊക്കെ ആ ഒരു സമ്മതത്തിന് വേണ്ടി മാത്രം കാത്തുക്കുക. പ്രവാചകൻ സമ്മതം കൊടുത്തില്ല. പ്രവാചകൻ ഓരോരുത്തരെ നോക്കി. എന്നിട്ട് വഹ്ശിൻ്റെ അടുത്തെത്തിയപ്പം ചോദിക്കുന്നുണ്ട്, അൻത വഹ്ശി, നിങ്ങളാണോ വഹ്ശി? ഖതൽത ഹംസ റളിയല്ലാഹു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിനെ കൊന്ന ആൾ നിങ്ങളാണോ? നഅം നഅം യാ റസൂലല്ലാഹ്, അതെ ഞാനാണ്. കുറ്റബോധത്തോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പ്രവാചകൻ്റെ മുഖം അപ്പോൾ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സങ്കടം കൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരികയും ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു തുടുക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ വളരെ സർഗാത്മകമായിട്ടാണ്, വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടാണ് അവരോട് പ്രതികാരം ചെയ്തത്. അൻതുമുത്തുലക്കാ, നിങ്ങൾ സ്വതന്ത്രരാണ് കേട്ടോ, നിങ്ങളെ ഞങ്ങളിത് വെറുതെ വിട്ടിരിക്കുന്നു. ആലോചിച്ചൊക്കെ ഒരു വലിയ ഘട്ടത്തിൽ പ്രവാചകൻ്റെ വികാരത്തെ പ്രവാചകൻ എത്രമേൽ സർഗാത്മകമായാണ് പ്രകടിപ്പിച്ചതെന്ന് ആലോചിച്ചോക്കും. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എപ്പോഴും എന്താണെന്നറിയോ? ഏത് ഡോക്ടറാണെങ്കിലും എൻജിനീയർ ആണെങ്കിലും സമൂഹത്തിൻ്റെ ഏത് നിലയിൽ നിൽക്കുന്ന ആളാണെങ്കിലും മനുഷ്യന്മാരുടെ പ്രശ്നമൊക്കെ ഒന്നാണ്, സമാധാനം. മസ്കൻ എന്ന് പറയുന്നത് എന്താ? സമാധാനത്തിൻ്റെ ഗേഹം എന്നാണ് മസ്കൻ. ഈ സമാധാനം, സന്തോഷം, ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ എങ്ങനെയാണ് കിട്ടുക എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. നമ്മളും ആലോചിക്കണം, നമ്മൾ തീരുമാനിക്കണം. നമുക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഹാപ്പിനെസ് വേണോ, സന്തോഷമുണ്ടാകണോ, നമ്മുടെ ഉള്ളതിനെ ആസ്വദിക്കാൻ നമുക്ക് പറ്റിയാൽ മതി.